നോർവേജിയൻ ഡിസാസ്റ്റർ മൂവിയാണ് ദ വേവ്. ഒന്ന് കണ്ണടച്ചു തുറക്കുന്നതിന് മുന്നേ ഒരു നാട് മുഴുവനും സുനാമി തിരമാലകൾ ഇല്ലാതാക്കുന്നു. ആ രാക്ഷസ തിരമാലകളിൽ പെട്ടുപോവുകയാണ് നമ്മുടെ നായകനും കുടുംബവും. അതിൽ നിന്നും അവർക്ക് എങ്ങനെ രക്ഷപ്പെടാനാ? അതൊക്കെ നമുക്ക് വീഡിയോ കണ്ടു തന്നെ അറിയാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ? അപ്പോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. സിനിമയുടെ തുടക്കത്തിൽ 1905 ചിത്രീകരിച്ച ഒരു ഡോക്യുമെന്ററിയാണ് കാണിക്കുന്നത്. നോർത്ത് ഫോർട്ടിലെ ലോഡാലിൻ എന്ന സ്ഥലം. അവിടെ വലിയൊരു ഉരുൾപൊട്ടൽ കാരണം അതിഭയങ്കരമായ ഒരു സുനാമി ഉണ്ടായി. 61 പേരാണ് ആ സുനാമിയിൽപ്പെട്ട് മരിച്ചതും. ഇതിനു മുൻപും 58 വർഷങ്ങൾക്ക് മുന്നേ ഇതുപോലൊരു ദുരന്തം ഇതേ സ്ഥലത്ത് തന്നെ സംഭവിച്ചിട്ടുണ്ട്. അന്ന് 40 പേരായിരുന്നു മരിച്ചതും. ഇതിനെല്ലാം കാരണം ആ പ്രദേശത്തെ വലിയൊരു മലയിടിഞ്ഞ് തടാകത്തിലേക്ക് വീണതാണ്. ഈ നോർവേ നാടിന് ചുറ്റും മലനിരകളാണ്. ഏകദേശം 300 മലകളോളം അൺസ്റ്റേബിൾ ആയിട്ടാണ് ഉള്ളതും. എന്ന് വെച്ചാൽ അവയൊക്കെ ഏത് നിമിഷം വേണമെങ്കിൽ ഇടിഞ്ഞു വീഴാം. അങ്ങനെ ഇടിഞ്ഞു വീണാൽ ഇതെല്ലാം കൂടി നേരെ ചെന്ന് പതിക്കുന്നതാണെങ്കിൽ താഴെയുള്ള തടാകത്തിലേക്കും. അതുമൂലം അതിഭയങ്കരമായ സുനാമിയാണ് ഉണ്ടാകുന്നത്. ഒരുപാട് സംഭവങ്ങൾ അങ്ങനെ നടന്നിട്ടുണ്ട്. പിന്നീട് കാണിക്കുന്നത് 2015 വർഷമാണ്. എത്രയൊക്കെ ഡേഞ്ചർ ആണെന്ന് പറഞ്ഞാലും ഇപ്പോഴും ജനങ്ങൾ അവിടെ തന്നെയാണ് താമസിക്കുന്നത്. പക്ഷേ അന്നത്തെ ടെക്നോളജി അല്ല ഇപ്പോഴുള്ളത്. ഇപ്പോഴത്തെ ടെക്നോളജി വെച്ച് അപകടം വരുന്നത് മുൻകൂട്ടി മോണിറ്റർ ചെയ്യാൻ പറ്റും. അടുത്തതായിട്ട് നമ്മുടെ ഹീറോയെയാണ് കാണിക്കുന്നത്. അവന്റെ പേര് ക്രിസ്ത്യൻ. ആളൊരു ജിയോളജിസ്റ്റ് ആണ്. കുറച്ചു മുന്നേ കാണിച്ച അതേ സ്ഥലത്ത് തന്നെയാണ് അവനും ഫാമിലി താമസിക്കുന്നതും. അവന്റെ വീട്ടിൽ ഭാര്യ പിന്നെ 2 മക്കളുണ്ട്. ഭാര്യയുടെ പേര് ഈഡൻ, മൂത്ത മകന്റെ പേര് സാൻഡ്രേ, ഇളയ മോൾ ജൂലിയ. എല്ലാം കൊണ്ടും ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലി. പക്ഷേ 2 ദിവസത്തിനുള്ളിൽ അവർ ഈ ഗ്രാമം വിട്ട് സിറ്റിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. പക്ഷേ ക്രിസ്ത്യൻ ഇവിടം വിട്ടു പോകാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്തൊക്കെയാണെങ്കിലും ഇത്രയും വർഷം ജീവിച്ചിരുന്ന വീടല്ലേ, മാത്രമല്ല പുതിയ സ്ഥലത്തെ ജോലി പുതിയതാണ്, ഏതോ ഒരു ഓയിൽ കമ്പനിയിൽ. എല്ലാം കൊണ്ടും ആള് നല്ല മൂഡ് ഓഫ് ആണ്. ക്രിസ്ത്യൻ ഇതുവരെ അവൻ ജോലിക്ക് പോകുമ്പോൾ ഇടാൻ യൂസ് ചെയ്തിരുന്ന ഡ്രസ്സുകളെല്ലാം കൊണ്ട് ഈഡന്റെ അടുത്തേക്ക് വരുന്നു. നിന്റെ അഭിപ്രായം എന്താ? ഇതൊക്കെ കളയണോ അതോ ഇതൊക്കെ നല്ല ഡ്രസ്സല്ലേ, പിന്നെ എന്തിനാ കളയുന്നത്? അത് പിന്നെ പുതിയ സ്ഥലം പുതിയ തുടക്കം, അപ്പോൾ ഡ്രസ്സും പുതിയതായിക്കോട്ടെ. അവന്റെ ആകെ വിഷമിച്ചുള്ള ആ സംസാരം കേട്ടപ്പോഴേ അവൾക്ക് കാര്യം പിടിയിട്ടേ. നമ്മൾ പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. ഇനിയെങ്കിലും നീ ഞങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുമല്ലോ. കൂടാതെ നമ്മൾ കുറച്ചുകൂടി ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുകയും ചെയ്യും. അങ്ങനെ ഒരു കാര്യങ്ങൾ പറഞ്ഞ് അവൾ അവന് സമാധാനിപ്പിക്കുന്നു. അങ്ങനെ പിറ്റേന്നായതും ക്രിസ്ത്യൻ താൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ്. മാത്രമല്ല ഇന്ന് അവന്റെ ഇവിടുത്തെ ലാസ്റ്റ് ഡേ കൂടിയാണ്. നാളെ അവർ സിറ്റിയിലേക്ക് മാറുമല്ലേ, അത് കാരണം ചെറിയൊരു പാർട്ടി. കൂടെ ജോലി ചെയ്യുന്നവര് തന്നെ കേക്കൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ആ കേക്കൊക്കെ കട്ട് ചെയ്ത് അവർ ആ ദിവസം നല്ലതുപോലെ ആഘോഷിക്കുന്നു. അങ്ങനെ പാർട്ടിയും ജോലിയും എല്ലാം കഴിഞ്ഞ് അവൻ തന്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തുകൊണ്ട് തിരികെ പോകാൻ നേരത്താണ് കമ്പ്യൂട്ടറിലായിട്ട് എന്തോ റീഡ് ചെയ്യുന്ന ഒരു ശബ്ദം കേൾക്കുന്നത്. അത് കേട്ടതി അവൻ വേഗിച്ച് അകത്തേക്ക് നോക്കുന്നു. എന്തു പറ്റി? 4ാമത്തെ 5ാമത്തെ ലെവലിലെ ഭൂഗർഭ ജലനിരപ്പ് പെട്ടെന്ന് താന്നുപോയി. അതിന്റെ കൂടെ കോണ്ടാക്ട് നഷ്ടമായി. ക്രിസ്ത്യൻ നോക്കുമ്പോൾ പറഞ്ഞത് ശരിയാണ്. ഗ്രൗണ്ട് വാട്ടർ ലെവല് വളരെ ഡേഞ്ചറസ് ആയിട്ടാണ് താന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു സംഭവം അവർ ആദ്യമായിട്ട് കാണുകയായിരുന്നു. പക്ഷെ ഇതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല. ഭൂകമ്പമോ മലകൾക്കുള്ള ചലനമോ അങ്ങനെ പ്രത്യേകിച്ച് ഒരു പ്രശ്നവും ഇല്ല. ചിലപ്പോ കണക്ഷന്റെ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും എന്ന് കരുതി അവരതൊന്നും വലിയ കാര്യമാക്കുന്നില്ല. പക്ഷേ ക്രിസ്ത്യന് മാത്രം എന്തോ ഒരു ടെൻഷൻ, എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നത് പോലെ. വീട്ടിലേക്ക് വന്നിട്ടും അവൻ അതേ ടെൻഷൻ തന്നെ ആയിരുന്നു. നീ എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നത്? ആ പാറ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് അവിടെ തന്നെ നിൽപ്പുണ്ട്. ഇനിയും ആയിരക്കണക്കിന് വർഷങ്ങൾ അവിടെ തന്നെ നിൽക്കും. മാത്രമല്ല ഇനി മുതൽ ഇതൊന്നും നിങ്ങളുടെ ജോലിയല്ലല്ലോ. അതുകൊണ്ട് വെറുതെ ടെൻഷൻ അടിക്കാതെ അതൊക്കെ അങ്ങ് വിട്ടു കളഞ്ഞേരെ. എന്നാൽ ഈടൻ അങ്ങനെ പറഞ്ഞിട്ടും ക്രിസ്ത്യന് ഒരു സമാധാനം കിട്ടുന്നില്ല. എങ്കിലും അതെല്ലാം മാറ്റി വെച്ചിട്ട് അവൻ വേഗം തന്നെ തന്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് വീടിനടുത്തുള്ള നദിക്കരയിലായിട്ട് സാന്ത ഒറ്റയ്ക്കിരിക്കുന്നത് ക്രിസ്ത്യൻ കാണുന്നത്. അവൻ എന്തോ വിഷമമുണ്ടെന്ന് മനസ്സിലായതും ക്രിസ്ത്യൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. നിനക്കെന്ത് പറ്റി? നീ ഓക്കെ അല്ലേ? എനിക്ക് ഈ സ്ഥലം ഒരുപാട് ഇഷ്ടമാ. ഇവിടം വിട്ട് പോകാനേ തോന്നുന്നില്ല. എനിക്കറിയാം നിനക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ. പക്ഷേ നമ്മുടെ കുടുംബത്തിന്റെ നല്ലതിനു വേണ്ടി നമുക്ക് ഈ തീരുമാനം എടുത്തേ പറ്റൂ. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ക്രിസ്ത്യൻ അവനെ ഒരു വിധത്തിൽ ഓക്കെ ആക്കി എടുക്കുന്നു. അങ്ങനെ പിറ്റേന്നായതും അവർ പോകാനായിട്ട് സാധനങ്ങളെല്ലാം വണ്ടിയിലേക്ക് മാറ്റുകയാണ്. അന്നേരമാണ് അവരോട് യാത്ര പറയാൻ വേണ്ടി അവരുടെ നെയ്ബേഴ്സ് അങ്ങോട്ടേക്ക് വരുന്നത്. കുറച്ചു സമയം അവരോട് സംസാരിച്ചു നിൽക്കുന്നു. ക്രിസ്ത്യനും മക്കൾ മാത്രമാണ് ആദ്യം പോകുന്നത്. ഈഡന് ഇവിടെ കുറച്ച് വർക്കും കൂടിയുണ്ട്. അതുകൊണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ അവള് പോകൂ. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴെല്ലാം ക്രിസ്ത്യന്റെ നോട്ടം മുഴുവനും ആ മലയിലായിരുന്നു. എന്തോ വല്ലാത്തൊരു ടെൻഷൻ. അങ്ങനെ പിന്നീട് ക്രിസ്ത്യൻ തന്റെ 2 മക്കളെയും കൂട്ടി ഹാർബറിലേക്കാണ് വരുന്നത്. ഇവിടുന്ന് ബോട്ടിലായിട്ട് വേണം പുതിയ സ്ഥലത്തേക്ക് പോകാൻ. അപ്പോഴെല്ലാം ക്രിസ്ത്യന്റെ മനസ്സിൽ ആ മലയെ പറ്റി തന്നെയാണ് ചിന്ത. പെട്ടെന്ന് എന്തുകൊണ്ടായിരിക്കാം വെള്ളം താന്നുപോയത്? സിഗ്നലും കൂടി കട്ടാകണമെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ? അങ്ങനെ അവന്റെ മനസ്സ് മുഴുവൻ ആ ചിന്തകളാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തോന്നിയൊരു ചിന്തയില് പുതിയ സ്ഥലത്തേക്ക് പോകാൻ നിന്നവൻ നേരെ വണ്ടി തിരിച്ച് തന്റെ ജോലി സ്ഥലത്തേക്ക് വിടുന്നു. അവിടെ എത്തിയതും പിള്ളേരോട് ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് ഒരു ഓട്ടോ വരുന്നു. ജോലിയൊക്കെ രാജിവെച്ച് കെട്ടുപാട്ടൊക്കെ ആയിട്ട് പോയ ആളല്ലേ. ആ ആള് വീണ്ടും വരുന്നത് കണ്ടതും അവിടെ ഉള്ളവർ മണ്ടടിച്ചു. പ്രശ്നം സെൻസറുകൾക്കല്ലെങ്കിലോ കേബിളുകൾക്കാണ് പ്രശ്നം പറ്റിയതെങ്കിലോ? എന്ന് വെച്ചാ ഈ മലനിരകളെല്ലാം പ്ലേറ്റുകൾ അടുക്കി വെച്ചതുപോലെ ഇരിക്കുന്നത്.
ഇരിക്കുന്നത്? നീ പറഞ്ഞത് കണക്ഷൻ കട്ടാവുന്നതിന് മുന്നേ ജലനിരപ്പ് താഴ്ന്നല്ലേ? ഇത്രയും ജലം പെട്ടെന്ന് എങ്ങോട്ട് പോകാനാ? അതിനൊഴുകാൻ വേണ്ടി അത് വേറെ വഴി കണ്ടെത്തി കാണും. അങ്ങനെയാണെങ്കിൽ നിലവിലുള്ള ലെയറുകൾക്ക് പകരം പുതിയ ലെയറുകൾ ഉണ്ടാകും. അതുമൂലം ഫ്രിക്ഷന് സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ച ലെയറുകൾക്ക് സ്ഥാനം തെറ്റും, കേബിളുകൾ മുറിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. അതിന്റെ കൂടെ ഈ മലകളുടെ ഭാരം കൂടിയായാല് എല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് വീഴും. അവൻ തനിക്ക് തോന്നിയ കാര്യങ്ങളെല്ലാം എല്ലാവരും പറഞ്ഞു മനസ്സിലാക്കുന്നു. ഒരു പക്ഷേ ക്രിസ്ത്യൻ പറഞ്ഞതെല്ലാം സത്യമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും കൂടി അവിടേക്ക് പോയി നോക്കാൻ തന്നെ തീരുമാനിക്കുന്നു. അടുത്തതായിട്ട് കാണിക്കുന്നത് ഈഡനെയാണ്. അവിടെ തന്നെയുള്ള ഒരു ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റ് ആയിട്ടാണ് അവൾ ജോലി ചെയ്യുന്നത്. ടൂറിസ്റ്റുകളുടെ നല്ല തിരക്കുള്ള സീസണാണ്. അതിലൊരു ടൂറിസ്റ്റ് കപ്പിളിന് റൂമൊക്കെ സെറ്റാക്കി കൊടുത്തുകൊണ്ട് തിരികെ വരുമ്പോഴാണ് അവൾക്ക് സാൻഡ്രയുടെ കോള് വരുന്നത്. ഇപ്പോ വരാമെന്ന് പറഞ്ഞ് പിള്ളേരെ ഒറ്റയ്ക്കിരുത്തിയിട്ട് ഹെലികോപ്റ്ററിലോട്ട് കയറി പോയതല്ലേ ഒരുത്തൻ. അതെല്ലാം അവൻ വിളിച്ച് അവളോട് പറയുന്നു. ഇതേ സമയം നമ്മുടെ ക്രിസ്ത്യൻ ടീംസും ആ മലനിരകൾക്ക് മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ തന്നെയുള്ള കൺട്രോൾ റൂമിന്റെ മുകളിലായിട്ട് അവർ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്നു. ശേഷം താഴേക്ക് ഇറങ്ങിയിട്ട് അവിടുന്ന് നടന്ന് മലയുടെ ഏറ്റവും മുകളിലേക്കാണ് പോകുന്നത്. അവിടെ തന്നെ മലയുടെ ഉള്ളിലായിട്ട് ഒരു വലിയ വിടവുണ്ട്. ക്രിസ്ത്യനും കൂടെയുള്ള മറ്റൊരാളും കൂടി ആ വിടവ് വഴി കയങ്ങൾ തൂങ്ങി താഴേക്ക് ഇറങ്ങുന്നു. അവിടെയാണ് ഈ കേബിളുകളും പൈപ്പുകളും ഒക്കെ കണക്ട് ചെയ്തിരിക്കുന്നത്. രണ്ടുപേരും കൂടി അവിടെ ഉണ്ടായിരുന്ന കണക്ഷൻസ് എല്ലാം ചെക്ക് ചെയ്ത് നോക്കുന്നു. അപ്പോഴേ നേരത്തെ ക്രിസ്ത്യൻ പറഞ്ഞതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന കേബിളുകളൊക്കെ മുറിഞ്ഞിരിക്കുന്നു. എന്ന് വെച്ചാ അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം ഓഫീസിൽ ഇരുന്നുകൊണ്ട് അവന്റെ മറ്റേ സുഹൃത്തുക്കളും കാണുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും തിരികെ ഓഫീസിലേക്ക് തന്നെ വരുന്നു. ഈ കേബിളുകൾ കണ്ടിട്ട് സാധാരണ പോലെ മുറിഞ്ഞതാണെന്ന് തോന്നുന്നില്ല. എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാൻ ഉദ്ദേശം? നീ ഒന്ന് സമാധാനപ്പെട്. നമുക്ക് വേറെ കുഴികൾ ഉണ്ടാക്കിയിട്ട് ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാം. ഇനിയും ഡ്രിൽ ചെയ്യാനോ? നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ആ മലകൾ വല്ലത് ഇടിഞ്ഞു വീണാൽ 80 മീറ്റർ ഉയരമുള്ള വേവ്സ് ആണ് ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെ സംഭവിച്ച 10 മിനിറ്റ് മതി ഈ നാട് മുഴുവൻ ഇല്ലാതാവാൻ. അവൻ ഇത്തിരി ദേഷ്യത്തിൽ തന്നെയാണ് എല്ലാവരോടത് പറഞ്ഞത്. നീ പറഞ്ഞതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ ഇനി എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? ഈ ബട്ടൺ അമർത്തിയിട്ട് എല്ലാവരും വാണി കൊടുത്ത് പേടിപ്പിക്കണോ? നമ്മൾ പ്രൊഡിക്ഷൻ ചെയ്യുന്ന പോലൊന്നും സംഭവിച്ചില്ലെങ്കിൽ എല്ലാവരും നമ്മളെ കളിയാക്കും. അവസാനം ഒറിജിനൽ വാണി കൊടുത്താൽ പോലും ആരും അത് വിശ്വസിക്കില്ല. ഇപ്പൊ ചെയ്യാൻ പറ്റിയ ആകെ ഒരു കാര്യം എന്ന് വെച്ചാൽ യെല്ലോ അലർട്ട് കൊടുക്കുക മാത്രമാണ്. പിന്നെ 24 മണിക്കൂറും നമുക്ക് മലനിരകളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കാം. ക്രിസ്ത്യൻ ഒഴികെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെ അഭിപ്രായം ഇത് തന്നെയായിരുന്നു. നീ പറയുന്നതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അത് നീ ഒന്ന് സമാധാനപ്പെട്. ഇപ്പൊ നിലവില് മലകൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. നമ്മളെല്ലാവരും 24 അവേഴ്സ് അത് നിരീക്ഷിക്കുന്നുണ്ട്. ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഒരു വിധത്തിലാണ് അവര് ക്രിസ്ത്യനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അവിടെ വിടുന്നത്. എന്നാൽ തിരികെ കാറിന്റെ അടുത്തേക്ക് എത്തിയപ്പോഴാണ് അകത്തുണ്ടായിരുന്ന തന്റെ മക്കളെ കാണുന്നില്ല. കാറിന്റെ ഫ്രണ്ടിലായിട്ട് സാൻഡ്ര ഒരു നോട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കാത്തിരുന്ന് മടുത്തു അവര് മമ്മിയുടെ അടുത്തേക്ക് പോകുക എന്നായിരുന്നു നോട്ട്. എത്ര നേരം എന്ന് വെച്ചാ പിള്ളേരെ കാത്തിരിക്കുന്നത്. അങ്ങനെ അവർ അവിടുന്ന് നേരെ പോകുന്നത് ഈടന് വർക്ക് ചെയ്യുന്ന ഹോട്ടലിലേക്കാണ്. വേഗം അകത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ 2 മക്കളോട് ഇരിപ്പുണ്ട്. നീ എന്ത് ഫ്രണ്ടായി കാണിച്ചത്? പിള്ളേരെ കാറിലിരുത്തിയിട്ട് മണിക്കൂർ കണക്കിന് ജോലി എന്ന് പറഞ്ഞു പോയത് ശരിയാണോ? അത് പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിയതാ. മനസ്സിനെന്തോ വല്ലാത്തൊരു തോന്നല്. അതാ സോറി പറഞ്ഞത് കൊണ്ടായിരിക്കാം അവള് പിന്നെ വഴക്കിനൊന്നും പോയില്ല. ഇന്ന് ഇനിയിപ്പോ എന്തായാലും പോക്ക് നടക്കില്ല. അതുകൊണ്ട് ഇന്ന് ഹോട്ടലിൽ സ്റ്റേ ചെയ്തിട്ട് നാളെ പോകാം. ഇല്ല, എനിക്ക് വീട്ടിൽ പോകണം. ഞാൻ വീടിനോട് ഗുഡ് ബൈ പോലും പറഞ്ഞില്ല. ജൂലി അങ്ങനെ പറഞ്ഞതും ക്രിസ്ത്യൻ ജൂലിയെയും കൂട്ടി വീട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. പക്ഷേ വീട്ടിലെ സാധനങ്ങളെല്ലാം ഷിഫ്റ്റ് ചെയ്തില്ലായിരുന്നു. അത് കാരണം കിടക്കാനായിട്ട് ഒരു ബെഡ് കൂടിയില്ല. അതുകൊണ്ട് തന്നെ സാൻഡ്ര ഹോട്ടലിൽ സ്റ്റേ ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ക്രിസ്ത്യൻ ജൂലിയെയും കൂട്ടി വീട്ടിലേക്ക് തന്നെ പോകുന്നു. പാക്ക് ചെയ്ത് വെച്ചതിൽ നിന്നും അന്ന് രാത്രി കിടക്കാൻ വേണ്ടി ഒരു ബെഡ് മാത്രം എടുക്കുന്നുണ്ടവൻ. പക്ഷേ സമാധാനം എന്നൊന്നില്ല. കണ്ണും മനസ്സും എല്ലാം മലയിലേക്ക് തന്നെ. ഈഡനും സാൻഡ്രയ്ക്ക് കിടക്കാൻ വേണ്ടി ഹോട്ടലിൽ തന്നെ ഒരു റൂം സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേ സമയം ക്രിസ്ത്യന്റെ കൂടെ വർക്ക് ചെയ്യുന്നതിൽ 2 പേര് മലയെ എപ്പോഴും നിരീക്ഷിക്കാൻ വേണ്ടി കൺട്രോൾ റൂമിലായിരുന്നു കിടക്കുന്നത്. എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അറിയാലോ. ക്രിസ്ത്യൻ പറഞ്ഞത് വെച്ച് എന്തെങ്കിലും സംഭവിക്കുമെന്ന് അവർക്ക് നല്ല പേടിയുണ്ട്. അങ്ങനെ രാത്രിയായി. ഹോട്ടലിലായതുകൊണ്ടായിരിക്കാം സാൻഡ്രയ്ക്ക് കിടന്നിട്ട് ഉറക്കവേ വരുന്നില്ല. അത് കാരണം അവൻ എഴുന്നേറ്റ് അവിടെ മുഴുവൻ ചുറ്റി നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവിടെ തന്നെയുള്ള ഒരു അണ്ടർഗ്രൗണ്ട് ഏരിയ പോലെ ഒന്നോ കാണുന്നത്. മാത്രമല്ല അവിടെയും ഒരു മനുഷ്യൻ കൂടിയില്ല. എങ്കിൽ പിന്നെ കുറച്ചു നേരം സ്കേറ്റ് ചെയ്യാമെന്ന് കരുതി ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് പാട്ടൊക്കെ കേട്ടുകൊണ്ട് അവൻ സ്കേറ്റിംഗ് ചെയ്യാൻ തുടങ്ങി. ഇതേ സമയം കൺട്രോൾ സ്റ്റേഷനിലായിട്ട് 24 അവേഴ്സ് മോണിറ്റർ ചെയ്യാൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആള് കാര്യമായിട്ട് ലാപ്ടോപ്പിൽ സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള സിഗ്നലുകൾ ഇങ്ങനെ മാറി മാറി വരാൻ തുടങ്ങിയത്. എന്ന് വെച്ചാൽ ഈ മലകളുടെ മൂവ്മെന്റ്സ് കാണിക്കുന്ന സിഗ്നലുകൾ, അതും എക്സ്ട്രീംലി ഡേഞ്ചറസ് ആയിട്ടുള്ള സിഗ്നലുകൾ. ആൾ അപ്പോൾ തന്നെ ഓടിച്ചെന്ന് മാനേജർ വിളിച്ച കാര്യം പറയുന്നു. ശരി, ഞങ്ങൾ ഇപ്പൊ തന്നെ പോയി നോക്കാം പറഞ്ഞുകൊണ്ട് 2 പേരും ആ പാതിരാത്രിയിൽ തന്നെ പുറപ്പെടുന്നു. മണിക്കൂറുകൾക്ക് മുന്നേ ക്രിസ്ത്യൻ ഇറങ്ങിയ ആ മലയിടുക്കിലൂടെ തന്നെ അവര് പതിയെ താഴേക്ക് ഇറങ്ങി. ഇതേ സമയം ഇവിടെ ക്രിസ്ത്യൻ ആണെങ്കിൽ പാതിരാത്രിയായിട്ട് ഉറക്കം വരുന്നില്ല. വീടിന്റെ പുറത്തേക്ക് ഇറങ്ങി അവൻ ആ മലയിലേക്ക് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. വല്ലാത്തൊരു അസ്വസ്ഥത, എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ. അവൻ വേഗം തന്നെ ഫോൺ എടുത്ത് ഓഫീസിലേക്ക് വിളിച്ചു. അവിടെയല്ലോ ഓക്കെ അല്ലേ? വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? അത് കുറച്ചു മുന്നേ സെൻസറുകളെ റീഡിംഗിൽ ചില വ്യത്യാസം കാണിച്ചിരുന്നു. മലകൾ തമ്മിൽ കൂടിച്ചേരുന്നത് പോലെ. ചിലപ്പോ എന്തെങ്കിലും എറർ വന്നതാകാനും മതി. ആർവിടും യാക്കോബും അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് നോക്കാനായിട്ട്. ഇതും കൂടി കേട്ടതും ക്രിസ്ത്യന്റെ ഉള്ള സമാധാനം കൂടി അങ്ങ് പോയി. ഇതേ സമയം ഇവിടെ 2 പേര് മലയിടക്കിലേക്ക് ഇറങ്ങിയില്ലേ? അവര് താഴേക്ക് എത്തിയതും പെട്ടെന്നാണ് അവിടെ മുഴുവൻ ഒന്ന് കുലുങ്ങുന്നത്. അവരും ഞെട്ടി. ഇത് കണ്ടുകൊണ്ട് ഓഫീസിൽ ഇരുന്നവർ ഞെട്ടി. അടുത്ത സെക്കൻഡിൽ തന്നെ സകല സിഗ്നലുകളും ഡേഞ്ചറസ് ആയി
ആകാശം കാണിക്കാൻ തുടങ്ങി. ചെറിയൊരു ഭൂമി കുലുക്കായിരുന്നു ഉണ്ടായത്. ക്രിസ്ത്യൻ നോക്കുമ്പോൾ പക്ഷികളെല്ലാം ആകാശത്തോടെ പേടിയോട് പറന്നു പോവുകയാണ്. അത് കണ്ടതേ വരാൻ പോകുന്ന അപകടം അവന് മനസ്സിലായി. അവൻ വേഗം തന്നെ പഴയ കുറെ ഫയലുകളെല്ലാം കൂടി എടുത്തുകൊണ്ടുവന്ന് തറയിലേക്ക് തട്ടിയിട്ട് അതെല്ലാം അരിച്ചു പെറുക്കി നോക്കാൻ തുടങ്ങി. ഇതിനു മുന്നേ നോർവേയിൽ ഉണ്ടായിരുന്ന ഉരുൾപൊട്ടലുകളുടെ ഡീറ്റെയിൽസ് ആയിരുന്നു അത്. അതെല്ലാം നോക്കിയതും അവൻ അതിൽ നിന്നും എന്തോ മനസ്സിലായിട്ടുണ്ട്. വേഗം തന്നെ വീണ്ടും ഓഫീസിലേക്ക് വിളിക്കുന്നു. അവരിപ്പോഴും അതിനകത്ത് തന്നെയാണോ? വേഗം പുറത്തേക്ക് വരാൻ പറ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സംസാരിക്കാനൊന്നും സമയമില്ല. വേഗം കോൾ അവരായിട്ട് കട്ട് ചെയ്ത. ക്രിസ്ത്യൻ പറഞ്ഞതേ അവരെ വേഗം കോള് കട്ട് ചെയ്ത് കൊടുക്കുന്നു. ഞാൻ പഴയ ഡേറ്റകളെല്ലാം ചെക്ക് ചെയ്ത് നോക്കി. അന്നും ഇതേപോലെ ഉരുൾപൊട്ടലിന് മുന്നേ എല്ലായിടത്തും ചുരുങ്ങിയിരുന്നു. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? പിളരുകയല്ല, ചുരുങ്ങുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വേഗം രണ്ടുപേരും പുറത്തിറങ്ങ്. അവൻ പറഞ്ഞതിൽ അപകടം മനസ്സിലായതും രണ്ടുപേരും വേഗം പുറത്തിറങ്ങാൻ ശ്രമിക്കുന്നു. എന്നാൽ ആ നിമിഷം തന്നെ അവിടമെല്ലാം വീണ്ടും കുലുങ്ങാൻ തുടങ്ങി. നേരത്തെ ഉണ്ടായതിനേക്കാളും വലിയൊരു ഭൂകമ്പം. പെട്ടെന്നാണ് വലിയൊരു പാറ ഇടിഞ്ഞ് ഒരാളുടെ കാലിന്റെ മുകളിലേക്ക് വീണത്. അതോടെ അയാൾക്ക് അനങ്ങാൻ പറ്റാതെ അവിടെ സ്റ്റക്കായി പോയി. ഇതെല്ലാം ലൈവായിട്ട് ഓഫീസിൽ ഇരിക്കുന്നവർ കാണുന്നുണ്ട്. ഫോണിൽ കൂടെ ക്രിസ്ത്യനും കേൾക്കുന്നുണ്ട്. അതിന്റെ കൂടെ ഭൂഗർഭ ജലനിരപ്പ് എല്ലായിടത്തും അപകടകരമായ രീതിയിൽ താഴാൻ തുടങ്ങി. മാർഗോ, വേഗം സൈറൻ കൊടുക്ക്. ഇനി ഒരു നിമിഷം വൈകരുത്. ക്രിസ്ത്യൻ പറഞ്ഞതും ഒരു സെക്കൻഡ് പോലും ചിന്തിക്കാതെ അവര് വേഗം ഓടിച്ചെന്ന് സൈറന്റെ ബട്ടൺ അമർത്തി. അതോടെ ആ നാട് മുഴുവനും സൈറന്റെ ശബ്ദം വലിയ രീതിയിൽ മുഴുകി കേൾക്കാൻ തുടങ്ങി. ശബ്ദം കേട്ടതേ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ആ നാട്ടിലെ സകല ജനങ്ങൾ എഴുന്നേൽക്കുന്നു. ഇതേ ശബ്ദം ഹോട്ടലിൽ ഉണ്ടായിരുന്ന ഈഡനും കേൾക്കുന്നുണ്ട്. അവള് വേഗം പുറത്തേക്ക് ഇറങ്ങി വന്ന് നോക്കി. ക്രിസ്ത്യൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാക്കാൻ പോകുമല്ലേ? ഇതേ സമയം ആ മലയിടുക്കിൽ പെട്ട് കിടക്കുകയല്ലേ രണ്ടുപേര്. ഭൂകമ്പത്തോടൊപ്പം ആ മലയിടുക്ക് ചുരുങ്ങാൻ തുടങ്ങിയിരുന്നു. എന്ന് വെച്ചാ ആ ഗ്യാപ്പില്ലേ, അത് രണ്ടും കൂടി ഒട്ടിച്ചേരാൻ തുടങ്ങി. അതിന്റെ കൂടെ പാറകളെല്ലാം കൂടി ചാറ പ്രാന്ത് പൊടിഞ്ഞ് അതിനുള്ളിലേക്ക് വീഴുകയാണ്. അതെല്ലാം കൂടി ദേഹത്തേക്ക് വന്ന് വീണതും അതില് ആർവിഡ് എന്ന് പറയുന്നയാള് ആ പാറകൾക്കൊപ്പം അങ്ങ് അടിയിലേക്ക് വീടുപോയി. എന്ന് വെച്ചാ അയാൾ മരണപ്പെട്ടിരിക്കുന്നു. അത്രയും വലിയ മല മുഴുവൻ ഇടിഞ്ഞ് വെള്ളത്തിലേക്ക് വീഴുവല്ലേ. ആ പ്രഷറിൽ ഭീമാകാരമായ വേവുകൾ രൂപം കൊള്ളാൻ തുടങ്ങി. ആ രാക്ഷസ തിരമാലകൾ ആ ഗ്രാമത്തെ ലക്ഷ്യം വെച്ച് പാഞ്ഞു വരികയാണ്. അതിന്റെ കൂടെ ഇവിടെ ഓഫീസിലെ സകല സിഗ്നലുകളും കട്ടായി പോകുന്നു. അതിനോടൊപ്പം തന്നെ ഒരു 10 മിനിറ്റിന്റെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. എന്ന് വെച്ചാ 10 മിനിറ്റിനുള്ളിൽ ഈ നാട് നശിക്കും. അതിന്റെ കൗണ്ട് ഡൗൺ ആണത്. ഇവിടെ ആണെങ്കിൽ ക്രിസ്ത്യനും എത്ര ശ്രമിച്ചിട്ടും ഓഫീസിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അന്നേരമാണ് ഈ സൈറന്റെ ശബ്ദം കേട്ടുകൊണ്ട് ജൂലി എഴുന്നേറ്റ് വരുന്നത്. എന്നാൽ ആ സെക്കൻഡിൽ തന്നെ ഈ ഭൂമി മുഴുവൻ കുലുങ്ങാൻ തുടങ്ങി. അവൻ വേഗം തന്നെ തന്റെ വാച്ചിലായിട്ട് 10 മിനിറ്റ് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തു. ശേഷം വേഗം തന്നെ ജൂലിയുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടിച്ചെന്ന് തന്റെ കാറിലേക്ക് കയറുന്നു. അവിടുന്ന് ഈഡന്റെ ഹോട്ടലിനെ ലക്ഷ്യം വെച്ച് പായുകയാണ് അവൻ. അതിന്റെ കൂടെ ഈഡനെ കോൾ ചെയ്യുന്നുണ്ട്. ആ പോകുന്ന വഴിക്ക് തന്നെ നാട്ടിലുള്ള ജനങ്ങൾ മുഴുവനും ഇതേപോലെ രക്ഷപ്പെട്ട് ഓടുന്നത് കാണാം. ഇവിടെ ഹോട്ടലിലെ അവസ്ഥ ഇതൊക്കെ തന്നെ. നമുക്ക് വെറും 10 മിനിറ്റേ ഉള്ളൂ, അതിനുള്ളിൽ എല്ലാവരും പുറത്തേക്ക് ഇറക്കണം പറഞ്ഞുകൊണ്ട് ഈഡനും മറ്റൊരു പെൺകുട്ടിയും കൂടി ചെന്ന് അവിടെ ഉണ്ടായിരുന്ന ഗസ്റ്റുകളെല്ലാം വിളിച്ച് പുറത്തേക്ക് ഇറക്കാൻ തുടങ്ങി. എല്ലാവരും വേഗം പുറത്തേക്ക് ഇറങ്ങണം, നമുക്ക് ഒട്ടും സമയമില്ല, വേഗം വേഗം. ഈ അലാറത്തിന്റെ ശബ്ദവും ഭൂമി കുലുക്കവും കൂടി ആയതും ഗസ്റ്റുകളെല്ലാം കൂടി പേടിച്ച് പുറത്തേക്ക് ഓടുന്നു. ഈ സമയത്താണ് അവൾക്ക് ക്രിസ്ത്യന്റെ കോള് വരുന്നത്. ഞങ്ങൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക, വേഗം വന്ന് നിന്നെ സാൻഡ്രയെ പിക്ക് ചെയ്യാം. വേണ്ട, ഇപ്പൊ അതിനുള്ള സമയമില്ല, നിങ്ങൾ പെട്ടെന്ന് രക്ഷപ്പെട്ടോ, ഇവിടുന്ന് ഒരു ബസ് ഉണ്ട്, ഞാനും സാൻഡ്രയും അതിൽ വന്നോളാം. ഈഡൻ അങ്ങനെ പറഞ്ഞെങ്കിലും ക്രിസ്ത്യൻ അവരെ ഒറ്റയ്ക്കാക്കാൻ മനസ്സുണ്ടായിരുന്നില്ല. പക്ഷേ അവളുടെ നിർബന്ധത്തിന് വഴങ്ങി മനസ്സില്ലാ മനസ്സോടെ അവൻ ജൂലിയുമായിട്ട് മലയുടെ മുകളിലേക്ക് പോകുന്നു. ഇവിടെ ഈഡനാണെങ്കിൽ ഹോട്ടലിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും ബസ്സിലേക്ക് കയറ്റിയപ്പോഴാണ് സാൻഡ്ര ഇല്ലെന്ന് കാണുന്നത്. ചെക്കൻ അവിടെ ഹെഡ്സെറ്റും വെച്ച് പാട്ട് കേട്ടുകൊണ്ട് സ്കേറ്റിംഗ് ചെയ്യുമല്ലേ. ഇവിടെ നടക്കുന്ന ഭൂകമ്പം അവൻ അറിഞ്ഞില്ല. ഈഡൻ പേടിയോടെ അവനെയും തിരക്കി വീണ്ടും ഹോട്ടലിനുള്ളിലേക്ക് ഓടി. അതേസമയം ക്രിസ്ത്യൻ ജൂലിയുമായിട്ട് മലയുടെ മുകളിലേക്ക് പോവുകയാണ്. പക്ഷേ പകുതി എത്തിയത് ട്രാഫിക് ബ്ലോക്ക് കാരണം വണ്ടി മുന്നോട്ടേക്ക് എടുക്കാൻ വയ്യ. മുന്നിലും പിന്നിലുമെല്ലാം വണ്ടികൾ വന്ന് നിറഞ്ഞ ആകെ ബഹളമായി കിടക്കുവാണ്. ഒരു നിമിഷം സമാധാനത്തോടെ എന്ത് വേണമെന്ന് അവൻ ആലോചിച്ച് നോക്കി. ഇനി വെറും 4 മിനിറ്റ് മാത്രം. എന്ന് വെച്ചാ ആ സുനാമി തിരകളെ തീരത്തേക്ക് എത്താൻ ഇനി വെറും 4 മിനിറ്റുകൾ മാത്രം. പിന്നെ ഒന്നും നോക്കിയില്ല. കുഞ്ഞുമായിട്ട് കാറിൽ നിന്ന് ഇറങ്ങി മുകളിലേക്ക് ഒരു ഓട്ടോ ആയിരുന്നു. ഓടുന്ന വഴിക്ക് സകല ആൾക്കാരോടോ ഇറങ്ങി ഓടാൻ പറയുന്നുണ്ട്. അത് കേട്ടത് ജനങ്ങൾ മുഴുവൻ അവനൊപ്പം മുകളിലേക്ക് ഓടാൻ തുടങ്ങി. ഇവിടെ ഈടനാണെങ്കിൽ സാൻഡ്രയെ കാണാതെ ഹോട്ടൽ മുഴുവൻ കിടന്ന് ഓടുവാണ്. റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഇല്ല. ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ ആ കുറിപ്പ് എടുക്കുന്നുമില്ല. അവള് തിരികെ ലോബിയിലേക്ക് തന്നെ ഓടി വരുന്നു. അധികം നേരം ബസ് അവിടെ ഇങ്ങനെ നിർത്തിയിട്ടേക്കാൻ പറ്റില്ലല്ലോ. വിവേക, നീ സാൻഡ്രയെ കണ്ടിരുന്നോ? നേരത്തെ വരാന്തയിൽ നിൽക്കുന്നത് കണ്ടായിരുന്നു. പക്ഷേ നമുക്കിനി അധികം സമയമില്ല, വേഗം പോണം. സോറി, എന്റെ മകനില്ലാതെ എനിക്ക് വരാൻ പറ്റില്ല. അതും പറഞ്ഞ് ഈഡൻ വീണ്ടും ഹോട്ടലിനുള്ളിലേക്ക് ഓടുന്നു. എന്നാൽ ഇത് കണ്ടുകൊണ്ട് ബസ്സിലുണ്ടായിരുന്ന ഒരു കപ്പിളാണെങ്കിൽ അവളെ സഹായിക്കാൻ വേണ്ടി അവളുടെ പുറകെ പോകുന്നു. ഈ ഹോട്ടലിൽ താമസിക്കാൻ വന്ന സമയത്ത് ഈഡനുമായിട്ട് നല്ല കൂട്ടായിരുന്നു അവര്. അതുകൊണ്ടെന്തോ അവളെ ഒറ്റയ്ക്കാക്കാൻ തോന്നിയില്ല. ഇതേ സമയം ക്രിസ്ത്യൻ ആൾക്കാരെയും കൊണ്ട് മലമുകളിലേക്ക് ഓടുകയാണ്. ഇനി വെറും 57 സെക്കൻഡ് മാത്രം. കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അവൻ വേഗത്തിൽ ഓടുമ്പോഴാണ് തന്റെ നെയ്ബേഴ്സ് കാറിലിരിക്കുന്നവൻ കാണുന്നത്. വീട് മാറി പോകാൻ നേരം ഇവരെ കാണാൻ വന്ന നെയ്ബേഴ്സ് ഇല്ലേ അവര്. തോമസ്, വേഗം കാറിൽ നിന്ന് ഇറങ്ങി ഓട്, നമുക്ക് ഒട്ടും സമയമില്ല. അത് കേട്ടതേ അവന് കാറിൽ നിന്ന് ഇറങ്ങി ഓടാൻ തുടങ്ങി. എന്നാൽ അയാളുടെ വൈഫ് പിറകെ ഇറങ്ങി ഓടാൻ നിന്നപ്പോഴാണ് 2 കാറുകളുടെ ഇടയിലായിട്ട് അവർ പെട്ടുപോകുന്നത്. എന്നാൽ തിരിഞ്ഞു നോക്കി അവര് കാണുന്നത് തങ്ങളുടെ അടുത്തേക്ക് പാഞ്ഞു വരുന്ന അതിഭീമാകാരമായ രാക്ഷസ തിരമാലകളെയാണ്. തോമസ്, നീ കുട്ടികളെ കൊണ്ട് മുകളിലോട്ടോട്,
അന്നേ ഞാൻ കൊണ്ടുവരാം. നിൽക്കാനൊന്നും സമയമില്ലാത്തത് കൊണ്ട് തന്നെ അയാൾ കുട്ടികളെ കൊണ്ട് മുകളിലോട്ട് ഓടുന്നു. ശേഷം കാറിന്റെ ഇടയിൽ നിന്ന് അന്നയെ രക്ഷപ്പെടുത്തിക്കൊണ്ട് അവരുമായിട്ട് അവന് മുകളിലേക്ക് ഓടാൻ തുടങ്ങി. പക്ഷേ തിരമാലകൾ അടുത്തെത്തി കഴിഞ്ഞു. അന്നയുടെ കാല് വയ്യാത്തത് കാരണം അവളെ കൊണ്ട് ഓടാനും പറ്റില്ല. അവൻ വേഗം അവളുമായിട്ട് ഒരു കാറിലേക്ക് കയറി സീറ്റ് ബെൽറ്റ് പിടിച്ചിരുന്നു. തിരമാലയിൽ പെട്ട് ഒഴുകി പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അവരിരുന്നതേ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ തിരമാലകൾ അവരുടെ കാറിന് മുകളിലേക്ക് അടിച്ചു കയറിയിരുന്നു. രണ്ടുപേരും ആ വെള്ളത്തിനുള്ളിൽ മുങ്ങിപ്പോയി. ഭാഗ്യത്തിന് സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നത് കൊണ്ട് മാത്രം അവർ ഒഴുകിപ്പോയില്ല. പക്ഷേ പെട്ടെന്നാണ് ഇവിടുന്ന് ഒരു കമ്പി പാഞ്ഞു വന്ന് അവരുടെ കാറിന്റെ ഗ്ലാസ് പൊട്ടിച്ച് ഉള്ളിലേക്ക് തുളഞ്ഞു കയറിയത്. അതേസമയം ഇവിടെ ഹോട്ടലിലെ സാന്ദ്രയെ തിരക്കി പരക്കം പായുകയാണ് ഈഡൻ. ഇതുവരെയും അവൻ എവിടെയാണെന്ന് കണ്ടെത്തിയില്ല. അവളുടെ കൂടെ തന്നെ അവനെ അന്വേഷിച്ച് ആ കപ്പിൾസ് ഉണ്ട്. അപ്പോഴാണ് കൂടെ ഉണ്ടായിരുന്ന ആ ലേഡി ഒരു റൂമിലായിട്ട് എന്തൊരു ശബ്ദം കേൾക്കുന്നത്. അവര് വേഗം ഡോർ തുറന്ന് അകത്ത് കയറി നോക്കിയതും ദേ ചെക്ക് നിന്ന് സ്കേറ്റിംഗ് ചെയ്യുന്നു. കൊടുക്കണ്ടേ പടാ. നിൽക്കാനൊന്നും സമയമില്ലാത്തത് കൊണ്ട് തന്നെ അവനെ വിളിച്ചുകൊണ്ട് അവര് വേഗം പുറത്തേക്ക് ഓടി. പക്ഷേ പുറത്തേക്ക് എത്തിയപ്പോഴേക്കും ബസ് പോയിരുന്നു. മുന്നിലേക്ക് നോക്കിയത് അവര് കാണുന്നത് ആകാശമുട്ട ഉയരത്തിലെ പാഞ്ഞു വരുന്ന ഭീമൻ സുനാമി തിരമാലകളെയാണ്. വന്നതിന്റെ ഇരട്ടി സ്പീഡിൽ തന്നെ അവർ തിരിഞ്ഞകത്തേക്ക് ഓടുന്നു. നേരത്തെ സാന്ദ്ര നിന്നിരുന്ന ബേസ്മെന്റില്ലേ, അവിടേക്കാണ് ഓടുന്നത്. എന്നാൽ അതിനു മുന്നേ തിരമാലകളും ആ ഹോട്ടലിനുള്ളിലേക്ക് അടിച്ചു കയറിയിരുന്നു. സാന്ദ്രയും അയാളും കൂടി വേഗം ഓടിച്ചെന്ന റൂമിലേക്ക് കയറി. പക്ഷേ ഈഡനും മറ്റേ സ്ത്രീയും കയറുന്നതിന് മുന്നേ തന്നെ പാഞ്ഞു വന്ന തിരമാലകൾക്കുള്ളിൽ പെട്ടുപോയിരുന്നവർ. എങ്കിലും ഈഡൻ എങ്ങനെയൊക്കെ ഒരു വിധത്തിൽ പിടിച്ചുള്ളിലേക്ക് കയറി. പക്ഷേ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ ലേഡിയെ രക്ഷിക്കാനായില്ല. തിരമാലകൾക്കൊപ്പം അവരും ഒഴുക്കിൽപ്പെട്ടു പോയിരുന്നു. അവരുടെ ഹസ്ബൻഡ് ആണെങ്കിൽ ഒന്ന് രക്ഷിക്കാൻ പോലും ആകാതെ വാവിട്ട് കരഞ്ഞു പോയ അയാൾ. സാന്ദ്രയെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ അവർ ഉള്ളിലേക്ക് കയറിയത്. പക്ഷെ ഇപ്പൊ അയാൾക്ക് അയാളുടെ വൈഫിനെ നഷ്ടമായി. ഒരു വിധത്തിലാണ് അയാളെ പറഞ്ഞ് സമാധാനപ്പെടുത്തി ഈഡൻ ആ വാതിൽ നടക്കുന്നത്. യുദ്ധങ്ങളും ഇതുപോലുള്ള ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒളിച്ചിരിക്കാൻ വേണ്ടി ബേസ്മെന്റിൽ ഷെൽട്ടർ നടത്തില്ലേ, അതുപോലൊരു ഷെൽട്ടർ ആയിരുന്നു ഇതും. അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്നൊന്നും വെള്ളത്തിനകത്തേക്ക് കയറാനും പറ്റില്ല. അടുത്തതായിട്ട് കാണിക്കുന്നത് ക്രിസ്ത്യനെയാണ്. സീറ്റ് ബെൽറ്റ് ഇട്ടതുകൊണ്ടായിരിക്കാം അവന്റെ ജീവന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ബോധം വരുമ്പോ കാറിൽ തലകീഴായിട്ട് കിടക്കുകയായിരുന്നു അവൻ. അവൻ വെപ്രാളത്തോടെ അടുത്ത് കടന്നിട്ട് അന്നയെ വിളിച്ചു നോക്കുന്നു. പക്ഷേ അവൾക്ക് ജീവൻ ഉണ്ടായിരുന്നില്ല. നേരത്തെ ഇവരുടെ കാറിലേക്ക് ഒരു കമ്പി വന്ന് തുളച്ചു കയറിയില്ലേ, അത് വന്ന് അന്നയുടെ നെഞ്ചിലേക്കായിരുന്നു തറച്ചു കയറിയതും. സീറ്റ് ബെൽറ്റ് ഒക്കെ അഴിച്ചു മാറ്റിയിട്ട് ഒരു വിധത്തിൽ അവൻ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ചുറ്റിന് നോക്കിയപ്പോഴോ അവിടെ മുഴുവനും തകർന്ന തരിപ്പണമായിരുന്നു. ഒന്ന് തിരിച്ചറിയാൻ പോലും ആകാത്ത വിധം നശിച്ചു പോയിരുന്നു എല്ലാം. പെട്ടെന്ന് ജൂലിയെ ഓർമ്മ വന്നതും അവൻ വേഗം മുകളിലേക്ക് നടക്കാൻ തുടങ്ങി. ഇതേ സമയം തന്നെ ഇവിടെ ഓഫീസിൽ ഇരിക്കുന്നവരും എന്ത് വേണമെന്നറിയാതെ ആകെ പകച്ചിരിക്കുകയാണ്. ഇവരുടെ ഓഫീസ് ഉയരമുള്ള സ്ഥലത്തായതുകൊണ്ട് തന്നെ അവിടേക്ക് തിരമാലകളൊന്നും വന്നിരുന്നില്ല. സിഗ്നലുകളെല്ലാം നഷ്ടമായതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ് പറ്റിയെന്ന് അറിയാനും വയ്യ. അന്നേരമാണ് നേരത്തെ മലയിടുക്കിലേക്ക് രണ്ടുപേര് പോയില്ലേ, അതിലെ രക്ഷപ്പെട്ട ഒരാള് ഇവരെ കോണ്ടാക്ട് ചെയ്യുന്നത്. ഹലോ യാക്കോബ്, നീ ഓക്കെ അല്ലേ? ആർവിഡ് എന്തിയെ? അവൻ അവിടെ ഉണ്ടോ? പക്ഷേ അതിന് മറുപടി പറയാൻ യാക്കോബിന് പറ്റിയില്ല. അവന്റെ കൺമുന്നിൽ വെച്ചല്ലേ അയാൾ താഴേക്ക് പോയത്. യാക്കോബിന്റെ മൗനത്തിൽ നിന്ന് തന്നെ ആർവിഡിന് എന്താണ് പറ്റിയെന്ന് അവർക്ക് മനസ്സിലായി. അതേസമയം ഇവിടെ ക്രിസ്ത്യൻ ജൂലിയെ അന്വേഷിച്ച് മുകളിലേക്ക് നടക്കുകയാണ്. നേരത്തെ രക്ഷപ്പെട്ടു പോയ ആൾക്കാരെല്ലാം മുകളിലുണ്ടായിരുന്നു. അവിടെ ചെന്ന് ജൂലിയയുടെ പേര് ഉറക്കെ വിളിച്ചതും അവള് വേഗം ഓടി ക്രിസ്ത്യന്റെ അടുത്തേക്ക് വരുന്നു. സുനാമി വരുന്നതിന് തന്നെ മുകളിലേക്ക് ഓടിക്കയറിയത് കൊണ്ട് തന്നെ അവർക്ക് പ്രശ്നങ്ങളൊന്നും പറ്റിയിരുന്നില്ല. എന്നാൽ തോമസ് നോക്കിയത് തന്റെ ഭാര്യ അന്നയാണ്. ക്രിസ്ത്യന്റെ കൂടെ അവളില്ല എന്ന് കണ്ടപ്പോൾ തന്നെ തന്റെ ഭാര്യയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് അയാൾക്ക് മനസ്സിലായി. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നതുപോലെ ക്രിസ്ത്യൻ അവിടെ മുഴുവനും ഹോട്ടലിൽ നിന്ന് വന്ന ബസ് തരാൻ തുടങ്ങി. പക്ഷേ അങ്ങനെ ഒരു ബസ് അവിടെ ഇല്ല. അവൻ വേഗം അവിടെ ഉണ്ടായിരുന്ന ഒരാളുടെ ഫോൺ മേടിച്ചിട്ട് ഈഡന്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കി. പക്ഷേ കോൾ പോകുന്നില്ല. അത് കാരണം അവർക്ക് എന്തെങ്കിലും പറ്റിക്കാണുമോ എന്ന് വല്ലാത്ത പേടി തോന്നി അവന്. മോൾ ഇവിടെ തോമസ് അങ്ങളുടെ കൂടെ നിൽക്കണം കേട്ടോ. പപ്പ വേഗം പോയി മമ്മയും സാന്ദ്രയെ കൂട്ടിക്കൊണ്ട് വരാം. ജൂലിയെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അവൾ തോമസിനെ ഏൽപ്പിച്ചുകൊണ്ട് ക്രിസ്ത്യൻ വേഗം ഹോട്ടലിലേക്ക് നടക്കാൻ തുടങ്ങി. ഇതേ സമയം ഇവിടെ ബേസ്മെന്റിലാണെങ്കിൽ പകുതിയും വെള്ളം നിറഞ്ഞിട്ടുണ്ട്. പുറത്തുള്ള അവസ്ഥ എന്താണെന്ന് അറിയാനും വയ്യ. വെള്ളം കുറഞ്ഞോന്നറിയാൻ വേണ്ടി അവര് പതിയെ ആ വാതിലൊന്ന് തുറന്നതും ആ ഗ്യാപ്പിൽ കൂടി വെള്ളം മുഴുവൻ അകത്തേക്ക് അടിച്ചു കയറാൻ തുടങ്ങി. വേഗം തന്നെ സാന്ദ്രയും വീടിനും കൂടി സകല ശക്തിയും എടുത്ത് ആ വാതിൽ തിരികെ അടയ്ക്കുന്നു. എന്നാൽ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ആ കതവിന്റെ മുകളിൽ കൂടി വീണ്ടും വെള്ളം അകത്തേക്ക് കയറാൻ തുടങ്ങി. അത് കണ്ടത് 3 പേരും കൂടി വേഗം തങ്ങളുടെ കോട്ടൂരി വെള്ളം അകത്തേക്ക് വരാതിരിക്കാനായിട്ട് അവിടെ മുഴുവൻ അമർത്തി പിടിക്കുന്നു. എനിക്കെങ്ങ് വയ്യ, ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. പിന്നെ എന്ത് ചെയ്യാനാ പറയുന്നത്? ഈ അവസ്ഥയിൽ പുറത്തു പോവാനോ? നിങ്ങളൊന്ന് സമാധാനപ്പെട്. വെള്ളം വാതിലിന്റെ മുകളിലേക്ക് ഉയരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. അപ്പോ പുറത്തുള്ള സമ്മർദ്ദം കുറയും. അതിനുശേഷം നമുക്ക് വാതിൽ തുറന്നിട്ട് പുറത്തേക്ക് നീന്തി രക്ഷപ്പെടാം. ഇവിടെ ഇനി കാത്തിരിക്കാനോ? അപ്പോഴേക്കും നമ്മൾ ചത്തുപോവും. എനിക്കിങ്ങനെ പെട്ടെന്നൊന്നും ചാവാൻ പറ്റില്ല. അതും പറഞ്ഞ് അങ്ങേരെ അവരോട് ദേഷ്യപ്പെടുന്നു. ക്രിസ്ത്യൻ ഇതേ സമയം കുഞ്ഞേരെ ബോട്ടിലായിട്ട് ഹോട്ടലിനെ ലക്ഷ്യം വെച്ച് പോവുകയാണ്. പോകുന്ന വഴിക്ക് വെള്ളത്തിലായിട്ട് കുറെ പേര് മരിച്ചു കിടക്കുന്നത് കാണാം. അതൊക്കെ കണ്ടതും അവന് വല്ലാത്തൊരു കുറ്റബോധം തോന്നുന്നു. ഹോട്ടലിന്റെ അടുത്തേക്ക് എത്താറായതും അവൻ ബോട്ടിൽ നിന്നും ഇറങ്ങി മുന്നോട്ടേക്ക് നടക്കാൻ തുടങ്ങി. നടന്ന് കുറച്ചു ദൂരം എത്തിയപ്പോഴാണ് അവൻ ആ കാഴ്ച കണ്ടത്. എന്താണെന്ന് വെച്ചാൽ ഹോട്ടലിൽ നിന്ന് പുറപ്പെട്ട ബസ്സില്ലേ, അതവിടെ തകർന്നു കിടക്കുന്നു. ഈഡനും സാന്ദ്രയ്ക്കും ഒന്നും പറ്റി കാണരുത് എന്ന പ്രാർത്ഥനയോടെ അവൻ വേഗം ആ ബസ്സിനുള്ളിലേക്ക് കയറി. അതിനകത്തു നിന്ന് തന്നെ അവനൊരു ടോർച്ച് കിട്ടുന്നുണ്ട്. അത് വെച്ച് ആ ബസ്സിനകത്തുണ്ടായിരുന്ന ഓരോരുത്തരുടെ മുഖത്തേക്ക് അവൻ വെട്ടമടിച്ചു നോക്കി. ഒന്ന് ആലോചിച്ചു നോക്കിയേ, ഇതുപോലെ ഡെഡ് ബോഡികൾക്കിടയിൽ തന്റെ ഉറ്റവരെ തിരയേണ്ടി വരുന്ന ഒരു അവസ്ഥ. ഇപ്പോ
അവനും ആ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ബസ് മുഴുവനും അവൻ തെരഞ്ഞു നോക്കിയെങ്കിലും അതിൽ ഈഡന് സാന്ദ്ര ഉണ്ടായിരുന്നില്ല. അതോടെ അവർ ആ ബസ്സിൽ കയറിയിട്ടില്ലെന്ന് അവന് മനസ്സിലായി. അതവന് ചെറിയൊരു സമാധാനം കൊടുത്തിരുന്നു, നേരിയൊരു പ്രതീക്ഷ. തിരികെ ബസ്സിന്റെ മുകളിലേക്ക് തന്നെ കയറി നിന്നുകൊണ്ട് അവൻ മുന്നിലേക്ക് നോക്കി. ഹോട്ടലിന്റെ തൊട്ട് മുന്നിൽ തന്നെയായിരുന്നു അവൻ ഉണ്ടായിരുന്നത്. ഇവിടെയാണെങ്കിൽ ബേസ്മെന്റിൽ ഉണ്ടായിരുന്നവരുടെ കഴുത്ത് വരെ വെള്ളം എത്തിയിട്ടുണ്ട്. നേരത്തെ ഈഡൻ പറഞ്ഞ പോലെ ഡോറിന്റെ മുകളിൽ വരെ വെള്ളം വന്നില്ലേ, ഇനി വാതിൽ തുറക്കാം. 3 പേരും കൂടി വേഗം ചെന്ന് വാതിൽ തള്ളി തുറക്കാൻ നോക്കുന്നു. പക്ഷേ ഡോറിന്റെ മറുഭാഗത്ത് കുറെ കല്ലുകളെല്ലാം വന്ന് അടഞ്ഞിരിക്കുന്നത് കാരണം ഇവർക്ക് ഡോർ തുറക്കാനും പറ്റുന്നില്ല. 3 പേരും നേരത്തെ നിന്നടുത്തേക്ക് തന്നെ തിരികെ വരുന്നു. പക്ഷേ ഇത്രയും വെള്ളം നിറഞ്ഞത് കണ്ടതും കൂടെ ഉണ്ടായിരുന്ന ആള് വെപ്രാളപ്പെടാൻ തുടങ്ങി. എനിക്ക് ഇവിടെ കിടന്ന് ചാവാൻ വയ്യ, എനിക്ക് രക്ഷപ്പെടണം. അത് പറഞ്ഞ് അയാള് വെപ്രാളത്തോടെ സാന്ദ്രയുടെ തലയിൽ പിടിച്ച് അവന് വെള്ളത്തിനടിയിലേക്ക് മുക്കാൻ തുടങ്ങി. ഫിലിപ്പ്, താനൊന്ന് സമാധാനപ്പെട്, ആർക്കും ഒന്നും പറ്റില്ല. ഈഡൻ എത്ര പറഞ്ഞു നോക്കിയിട്ടും അങ്ങേരുടെ തലയിൽ അതൊന്നും കേറുന്നുണ്ടായിരുന്നില്ല. അയാള് വീണ്ടും സാന്ദ്രയുടെ തലയിൽ പിടിച്ചുകൊണ്ട് കിടന്ന് വെപ്രാളപ്പെടുകയാണ്. ഏകദേശം അവനെ മുക്കിക്കൊല്ലുന്ന ഒരു അവസ്ഥയിലായിട്ടുണ്ട്. സ്വന്തം മകനെ കൺമുന്നിൽ വെച്ച് ഇങ്ങനെ കൊല്ലാൻ നോക്കിയ ഏതെങ്കിലും അമ്മമാർക്ക് സഹിക്കുവോ? വേറെ വഴിയില്ലാതെ ഈഡൻ അയാളെ വെള്ളത്തിനടിയിലേക്ക് മുക്കി അങ്ങ് പിടിച്ചു. അല്ലെങ്കിൽ അയാൾ അവരെ 2 പേരെ കൊന്നേനെ. നിമിഷ നേരം കൊണ്ട് അയാൾ ശ്വാസം കിട്ടാതെ പിടിഞ്ഞു മരിക്കുകയും ചെയ്തു. ഈഡന്റെ ഈ പ്രവൃത്തിയിൽ സാന്ദ്രയും മകൻ ഞെട്ടിപ്പോയിരുന്നു. പക്ഷേ ഇതല്ലാതെ വേറെ മാർഗം ഉണ്ടായിരുന്നില്ല. ഇവിടെ അതേസമയം ക്രിസ്ത്യൻ ഹോട്ടലിനുള്ളിലേക്ക് എത്തിയിരുന്നു. അതിന്റെ അകം മുഴുവനും തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. അവിടെ നിന്ന് അവൻ ഉറക്കെ ഈഡന്റെ സാന്ദ്രയുടെ പേര് വിളിച്ചെങ്കിലും ഒരു റെസ്പോണ്ട് ഉണ്ടായില്ല. ആ ഹോട്ടൽ മുഴുവനും അവരെ തിരഞ്ഞു നടന്നവൻ ബേസ്മെന്റിന്റെ അടുത്തേക്ക് എത്തിയെങ്കിലും അതിനകം മുഴുവനും വെള്ളം നിറഞ്ഞു കിടക്കുന്നതാണ് അവൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്തുണ്ടാവാൻ ചാൻസ് ഇല്ലെന്ന് കരുതി അവൻ വീണ്ടും മുകളിലേക്ക് തന്നെ പോകുന്നു. അവിടെയെല്ലാം തെരഞ്ഞ് നേരെ സാന്ദ്ര കിടക്കുന്ന റൂമിലേക്കാണ് അവൻ ചെല്ലുന്നത്. അവിടെ തറയിലായിട്ട് അവന്റെ ബാഗും മറ്റുമെല്ലാം കിടക്കുന്നുണ്ടായിരുന്നു. അതും കൂടിയായതും അവൻ അവിടെ ഇരുന്ന് പൊട്ടി കരഞ്ഞുപോയി. അവർ 2 പേരും മരിച്ചെന്ന് തന്നെ കരുതിയവൻ ആ സങ്കടം സഹിക്കാനാവാതെ കയ്യിൽ കിട്ടിയ ഒരു കമ്പി കഷ്ണം എടുത്ത് അവൻ അവിടെ മുഴുവനും ദേഷ്യത്തോടെ ആഞ്ഞടിക്കാൻ തുടങ്ങി. എന്നാൽ ഈ ശബ്ദം താഴെ ബേസ്മെന്റിൽ ഉണ്ടായിരുന്ന ഈഡനും സാന്ദ്രയും കേൾക്കുന്നു. മുകളിൽ ആരോ വന്നിട്ടുണ്ടെന്ന് മനസ്സിലായതും 2 പേരും കൂടി അവിടെ കിടന്ന് ഉറക്കെ ബഹളമൊക്കെ തുടങ്ങി. പക്ഷേ ക്രിസ്ത്യൻ ആ ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇവിടെ നോക്കി, ഞാൻ ഇപ്പൊ വരാം. അതും പറഞ്ഞ് ഈഡൻ വേഗം വെള്ളത്തിനടിയിലേക്ക് മുങ്ങിപ്പോകുന്നു. ശേഷം കയ്യിലൊരു സ്പാനറുമായിട്ടാണ് അവൾ തിരികെ വന്നത്. അത് വെച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു പൈപ്പിൽ അവൾ ആഞ്ഞടിക്കുന്നു. ആ ശബ്ദം ക്രിസ്ത്യൻ കേൾക്കുകയും ചെയ്തു. ശബ്ദം വരുന്നത് ബേസ്മെന്റിൽ നിന്നാണെന്ന് മനസ്സിലാക്കി അവൻ അങ്ങോട്ടേക്ക് ഒരു ഓട്ടമായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് മറ്റൊരു വഴിയിൽ കൂടി വീണ്ടും വെള്ളം അകത്തേക്ക് കയറാൻ തുടങ്ങിയത്. അപ്പോഴേക്കും ക്രിസ്ത്യനും വെള്ളത്തിനടിയിൽ കൂടി അവരുണ്ടായിരുന്ന റൂമിന്റെ വാതിൽക്കൽ എത്തിയിരുന്നു. എന്നാൽ വാതിലിന്റെ മുന്നിലായിട്ട് കല്ലും കട്ടകളൊക്കെ നിറഞ്ഞു കിടക്കുന്നത് കാരണം അവന് വാതിൽ തുറക്കാൻ പറ്റുന്നില്ല. വേഗം തന്നെ അവൻ അവിടെ ഉണ്ടായിരുന്ന കല്ലുകളെല്ലാം എടുത്ത് മാറ്റാൻ തുടങ്ങി. അത് മനസ്സിലാക്കി ഈഡനും താഴേക്ക് നീന്തി വന്ന് ആ വാതിൽ തള്ളി തുറക്കാൻ നോക്കുകയാണ്. ഒടുക്കം കല്ലുകളെല്ലാം മാറ്റിയതും 2 പേരും കൂടി സർവ്വശക്തിയും എടുത്ത് ആ വാതിൽ തള്ളി തുറക്കുന്നു. പരസ്പരം കണ്ടതും 2 പേർക്ക് സന്തോഷം സഹിക്കാനായില്ല. പക്ഷേ അധിക സമയം അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. അവൻ വേഗം ഈഡനെ പറഞ്ഞ് മുകളിലേക്ക് വിടുന്നു. ശേഷം റൂമിനുള്ളിലേക്ക് കയറി സാന്ദ്ര നിൽക്കുന്നിടത്തേക്ക് വരികയും ചെയ്തു. മോൻ പേടിക്കണ്ട, അച്ഛൻ വന്നില്ലേ. ഒറ്റയ്ക്കായതുകൊണ്ടും മരണഭയം കൊണ്ടും അവൻ വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. അപ്പോഴേക്കും അമ്മ പുറത്ത് നമ്മളെ കാത്തു നിൽപ്പുണ്ട്. നമുക്ക് അമ്മയുടെ അടുത്തേക്ക് പോണ്ടേ, പപ്പയുടെ പുറകെ വന്നാൽ മതി കേട്ടോ. അവന് ധൈര്യം കൊടുത്തുകൊണ്ട് ക്രിസ്ത്യൻ മുന്നിലായിട്ട് നീന്തി പോകുന്നു. പിറകെയായി സാന്ദ്രയും. പക്ഷേ വാതിലിന് പുറത്തേക്ക് എത്തിയതും പെട്ടെന്ന് സാന്ദ്ര ശ്വാസം കിട്ടാതെ വെപ്രാളപ്പെടാൻ തുടങ്ങി. ഇത് കണ്ട ക്രിസ്ത്യൻ വേഗം തിരികെ വന്ന് അവന് പെട്ടെന്ന് ശ്വാസം പകർന്നു കൊടുക്കുന്നു. ശേഷം സാന്ദ്രയെ വേഗം മുന്നിലേക്ക് കയറ്റിവിട്ടു. പക്ഷേ പിറകെ നീന്തി ചെല്ലാൻ ക്രിസ്ത്യൻ ആയില്ല. ശ്വാസം കിട്ടാത്തത് കാരണം അവന്റെ ശരീരം മുഴുവൻ തളർന്നു പോകുന്നത് പോലെ ശ്വാസം കിട്ടാതെ അവൻ ആ വെള്ളത്തിൽ കിടന്ന് പെടയാൻ തുടങ്ങി. അപ്പോഴേക്കും സാന്ദ്രയെ നീന്തി ഈഡന്റെ അടുത്തേക്ക് എത്തിയിരുന്നു. കൂടെ ക്രിസ്ത്യൻ ഇല്ല എന്ന് കണ്ടതും അവള് വേഗം വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. അല്പം മുന്നിലേക്ക് എത്തിയതും അവൾ കാണുന്നത് വെള്ളത്തിൽ ചലനമില്ലാതെ കിടക്കുന്ന ക്രിസ്ത്യനെയാണ്. പിന്നെ ഒരു സെക്കൻഡ് പോലും വൈകാതെ അവൾ വേഗം ക്രിസ്ത്യനുമായിട്ട് മുകളിലേക്ക് വരുന്നു. പക്ഷേ അവന് അനക്കമോ ശ്വാസമോ ഒന്നും ഉണ്ടായിരുന്നില്ല. 2 പേരും കൂടി മാറി മാറി അവന് ശ്വാസവും CPR എല്ലാം കൊടുത്തു നോക്കി. പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും അവനൊരു അനക്കവുമില്ല. ഈഡനാണെങ്കിൽ ഭ്രാന്ത് പിടിച്ചതുപോലെ അവന് CPR കൊടുത്തുകൊണ്ട് ഉറക്കി അവന്റെ പേര് വിളിക്കുകയാണ്. ഒടുക്കം എന്തൊക്കെ ചെയ്തിട്ടും അനക്കമില്ല എന്ന് കണ്ടതും ക്രിസ്ത്യൻ മരിച്ചെന്ന് തന്നെ അവൾ കരുതി. പക്ഷേ തന്റെ അച്ഛനെ അങ്ങനെ വിട്ടുകൊടുക്കാൻ സാന്ദ്രയ്ക്കായില്ല. അവൻ വീണ്ടും നിർത്താതെ CPR കൊടുത്തുകൊണ്ടേയിരുന്നു. പെട്ടെന്നാണ് ഒരു സെക്കൻഡിൽ ശ്വാസം വലിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്ത്യൻ ചാടി എഴുന്നേൽക്കുന്നത്. മരിച്ചെന്ന് കരുതി ആളല്ലേ തിരിച്ചു വന്നത്. 2 പേരുടെയും സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. 3 പേരും സന്തോഷം കൊണ്ട് പരസ്പരം കെട്ടിപ്പിടിച്ചു നിൽക്കുകയാണ്. അങ്ങനെ നേരം വെളുത്തു. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരെല്ലാം മലയ്ക്ക് മുകളിൽ നിൽക്കുകയാണ്. റെസ്ക്യൂ ടീമുകൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ജൂലി ആണെങ്കിൽ തന്റെ അച്ഛനും അമ്മയും ചേട്ടനും ഒക്കെ വരുന്നത് കാത്തിരിക്കുകയാണ്. പെട്ടെന്ന് മുന്നിലേക്ക് നോക്കി അവള് കാണുന്നത് ഇവിടേക്ക് നടന്നു വരുന്ന ഈഡനെയും ക്രിസ്ത്യയും സാന്ദ്രയും. അവരെ കണ്ടതേ സന്തോഷം അടക്കാനാവാതെ അവൾ ഓടി അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. അടുത്തേക്ക് എത്തിയതും സന്തോഷം കാരണം ഈഡൻ അവളെ വാരിയെടുത്ത് ഉമ്മ വെക്കാൻ തുടങ്ങി. ഇനി ഒരിക്കലും കാണാൻ കഴിയുമെന്ന് കരുതിയതല്ലോ. ഇപ്പോ 4 പേര് ഹാപ്പി. അങ്ങനെ സന്തോഷത്തോടു കൂടി നടന്നു വരുന്ന ക്രിസ്ത്യനെ കുടുംബത്തെ കാണിച്ചുകൊണ്ട് ദ വേവ് എന്ന മൂവി ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി.